അസമിൽ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. കോൺഗ്രസിന്റെ ഒരു MLA, അവരൊരു സ്ത്രീയാണ്, അവര് ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഒരു സ്ത്രീ പറയുകയാണ്, ഒരു സ്ത്രീക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കണം, അങ്ങനെ കഴിക്കാനായിട്ട് നിയമപരമായിട്ടുള്ള ഒരു അനുമതി ഈ സർക്കാർ കൊടുക്കണം. ഇതിന് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ മറുപടി വളരെ രസകരമാണ്. അതോടൊപ്പം ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതുമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഭാര്യയ്ക്ക് രോഗം വന്നാൽ ഞാൻ അവരെ കൊണ്ടുപോയി ചികിത്സിക്കും, അല്ലാതെ വേറെ കെട്ടുക എന്നുള്ള പരിപാടിയല്ല ചെയ്യുന്നത്. ഇതാണ് മാന്യതയുള്ള, മര്യാദയുള്ള ഒരു മനുഷ്യൻ, ഒരു ആണ് പറയേണ്ട വാക്ക്. ശരിയല്ലേ? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഏകീകൃത സിവിൽ കോഡ്, അതായത് മതം നോക്കാതെ എല്ലാവർക്കും ഒരേ നിയമം എന്ന സംഗതി ഇന്ത്യയിൽ ഉടനീളം വരണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ. എന്നാൽ കുറെ ആളുകൾ ഇത് വരുന്നതിന് എതിരാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമങ്ങൾ പലപ്പോഴും മതേതരത്വത്തിന്റെ പേരിൽ ഓരോ മതക്കാർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹിന്ദു മാരേജ് ആക്ട് പ്രവർത്തിക്കുന്നത് പോലെയല്ല ക്രിസ്ത്യൻ മാരേജ് ആക്ടും മുസ്ലിം മാരേജ് ആക്ടും പ്രവർത്തിക്കുന്നത്. ഓരോ മതവിഭാഗങ്ങളുടെ പേരിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ പരിഹസിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു സംഗതിയെ മാറ്റിക്കൊണ്ട് അസമിൽ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അസം ആരാണ് ഭരിക്കുന്നത്? നമുക്കറിയാം, BJP ആണ് ഭരിക്കുന്നത്. ഹിമന്ത് ബിശ്വ ശർമ്മയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 2ാം ടൈമാണ്. ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെയാണ് അസമിലും തെരഞ്ഞെടുപ്പ് നടന്നത്. വളരെ ഈസി ആയിട്ട് അദ്ദേഹം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് കയറുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മമ എന്നാണ് അദ്ദേഹത്തെ അവിടുത്തെ ആൾക്കാരെ സംബോധന ചെയ്യുന്നത്. ബംഗ്ലാദേശികളുടെ വലിയ അധിനിവേശം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു അസമിലെ ഒരു ജനവിഭാഗം എന്ന് പറയുന്നത്. എല്ലാ വിഭവങ്ങളും അഭയാർത്ഥികൾക്ക് വേണ്ടി പങ്കുവയ്ക്കപ്പെട്ടു പോവുക, മതപരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് എല്ലാം നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഹിമന്ത് ബിശ്വ ശർമ്മ അധികാരത്തിലേറിയതിനു ശേഷം ബുൾഡോസർ രാജ് കൊണ്ടുവന്ന് ഇത്തരത്തിൽ അധിനിവേശം നടത്തുന്ന ഒരുപാട് പേരെ അസമിൽ നിന്നും പുറത്താക്കി. അത് മാത്രമല്ല, അസം ജനത എന്ന് പറയുന്നത് കുറെയൊക്കെ ട്രൈബൽസ് ആണ്. അവരുടേതായിട്ടുള്ള ഒരു തനതായ രീതിയിൽ, തനതായിട്ടുള്ള എന്താ പറയുക, പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് സംഗതികളൊക്കെ പിൻപറ്റി ജീവിച്ചു പോരുന്ന ഒരു ജനവിഭാഗമായിരുന്നു. അവരുടെ ആ ഒരു പൈതൃകത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ട എല്ലാ സംഗതികളും അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ചെറുതും വലുതുമായ ജനങ്ങൾ മാമ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തോട് അത്ര സ്നേഹത്തോടെ ഇടപെടുന്നതും വീണ്ടും വീണ്ടും അദ്ദേഹത്തെ എലക്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതും. അല്ലാതെ ചിലരൊക്കെ പറ്റിച്ച് വീണ്ടും അധികാരത്തിൽ കയറിയതുപോലല്ല. ഇനി ഇദ്ദേഹം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് എന്നൊരു സംഗതി, ഇത് അസമിലെ നിയമസഭയിൽ ചർച്ചയ്ക്കെടുത്ത സമയത്ത് എന്നെ വളരെ ഞെട്ടിച്ചൊരു സംഗതി. കോൺഗ്രസിന്റെ ഒരു MLA, അവരൊരു സ്ത്രീയാണ്, അവര് ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. എതിർത്തുകൊണ്ട് അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ആ വീഡിയോ ചെറുതായിട്ടൊന്ന് കാണിക്കാം, പക്ഷെ അവർ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. കുറച്ചൊന്ന് കണ്ടിട്ട് വരാം. স্ত্রী কোনোবা এজন স্ত্ৰীয়ে যদি দীঘলীয়া সময় ধৰি জটিল രോഗত আক্ৰান্ত হৈছে. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു സ്ത്രീ കുറെ കാലമായിട്ട് രോഗബാധിതയായിട്ട് മാറുകയാണ്. ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. എന്താവശ്യം? ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് വേണ്ട പരിചരണങ്ങൾ, കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുകൂടാതെ ലൈംഗികമായി ബന്ധപ്പെടുക. ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ടുള്ള അനുമതി നൽകണം എന്നതാണ് ഇവർ പറഞ്ഞത്. എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. ഒരു സ്ത്രീ പറയുകയാണ്, ഒരു സ്ത്രീക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കണം, അങ്ങനെ കഴിക്കാനായിട്ട് നിയമപരമായിട്ടുള്ള ഒരു അനുമതി ഈ സർക്കാർ കൊടുക്കണം. ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് അതിനെതിരെയാണെന്ന്. തീർച്ചയായിട്ടും എതിരെയാണ്. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. മറിച്ച് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് എന്താണോ നിയമം, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ആ നിയമം അനുസരിക്കണം എന്ന രീതിയിലാണ് വരിക. അതായത് ഒരു മതത്തിലുള്ള വ്യക്തിക്കും ബഹുഭാര്യത്വം അനുവദനീയമല്ല. ഒന്നിലധികം ഭാര്യമാർ, ഒരു ഭാര്യ നിലവിലിരിക്കെ ഒന്നിലധികം ഭാര്യമാർ എന്ന സംഗതി വരാനേ പാടില്ല. ഇപ്പോൾ നിയമപരമായിട്ട് എങ്ങനെയാണ്? ഒരു ഭാര്യ നിലവിലിരിക്കെ മറ്റൊരു ഭാര്യയെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ചു എന്ന രീതിയിൽ കുറ്റം തെളിയുകയാണെന്നുണ്ടെങ്കിൽ 3 മുതൽ 7 വർഷത്തേക്ക് പുരുഷൻ അകത്ത് കിടക്കും. എന്നാൽ ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇത് ബാധകമല്ല. അങ്ങനെയാണ് ഇതിനു മുൻപ് വരെ കോൺഗ്രസ് ഇവിടെ നിയമനിർമ്മാണം നടത്തി വെച്ചിരിക്കുന്നത്. ഈ സ്ത്രീ കോൺഗ്രസ് MLA ആണ്. ഇവര് പറയുന്നത് അതിനനുകൂലിച്ചിട്ടാണ്. ഭാര്യയ്ക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് വേറെ വിവാഹം കഴിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഭർത്താവിന് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഭാര്യയുടെ ആവശ്യങ്ങൾ, ഭാര്യയ്ക്ക് ആവശ്യങ്ങളില്ലേ? ലൈംഗികത ഒരു സ്ത്രീയുടെ ആവശ്യമല്ലേ? അങ്ങനെ ഒരു ആവശ്യം നിറവേറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ കിടക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് മറ്റൊരു വിവാഹം കഴിക്കാമോ? അതിനെ ഇവർ അനുകൂലിക്കുമോ? പറ്റില്ല. സ്ത്രീക്ക് അത് പറ്റില്ല, പക്ഷെ പുരുഷൻ അത് വേണമെന്നൊരു സ്ത്രീ വാദിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ നിൽക്കുന്നത്? കോൺഗ്രസ് 2026 ഭരിക്കാൻ യോഗ്യരല്ല എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കാരണം. രണ്ടാമത് അവർ പറയുന്നത് ഇതൊക്കെ സ്ത്രീകളുടെ ഉന്നമനത്തിനാണെന്നൊക്കെയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത്. പക്ഷേ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ LPGയുടെ വില കുറയ്ക്കുകയാണ് വേണ്ടത്. LPGയുടെ വില എവിടെ കിടക്കുന്നു? LPG എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഗ്യാസ് എന്തുകൊണ്ടാണ് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് എന്തുകൊണ്ടാണ് വില കൂട്ടുന്നത്? യുദ്ധം നടക്കുന്നതുകൊണ്ടാണ് അല്ലെ? യുദ്ധം നടത്തുന്നത് ആരാണ്? മോദിയാണോ? അമിത്ഷായാണോ? അല്ല. ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന സംഗതികളല്ല എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അറിവില്ലാതെ ഈ സ്ത്രീ പറയുന്നത് അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ
ഏകീകൃത സിവിൽ കോഡ് എന്നൊരു സംഗതി കൊണ്ടുവരിക, ബഹുഭാര്യത്വം നിരോധിക്കുക, ഇതല്ല ചെയ്യേണ്ടതെന്ന്. ഇതിന് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ മറുപടി വളരെ രസകരമാണ്. അതോടൊപ്പം ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതുമാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കാം. हमारा हिंदू समाज, हिंदू संस्कृति में हम मानते हैं कि पति पत्नी का रिलेशन एक डिवाइन रिलेशन होता है. अगर मेरा पत्नी का बीमार हुआ, मेरा काम दोबारा शादी करना नहीं है, मेरा काम है पत्नी को ट्रीटमेंट करवाना. लेकिन कांग्रेस बोल रहे है कि मेरा पत्नी बीमार है तो और एक शादी करने का मौका मिलना चाहिए. ये क्रूरता है. ये कोई एक प्रतिष्ठित पॉलिटिकल पार्टी बोल ही नहीं सकते. अगर आपका बीवी का बीमार है तो आप उनको ट्रीटमेंट करेगा, आप उनका ख्याल रखेगा. उल्टा आप दोबारा शादी करेगा और उनको ट्रीटमेंट भी नहीं करेगा और मेंटल एगोनी में पुश कर देगा. ये कैसा समाज हो सकता है? അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഭാര്യയ്ക്ക് രോഗം വന്നാൽ ഞാൻ അവരെ കൊണ്ടുപോയി ചികിത്സിക്കും, അല്ലാതെ വേറെ കെട്ടുക എന്നുള്ള പരിപാടിയല്ല ചെയ്യുന്നത്. ഇതാണ് മാന്യതയുള്ള, മര്യാദയുള്ള ഒരു മനുഷ്യൻ, ഒരു ആണ് പറയേണ്ട വാക്ക്. ശരിയല്ലേ? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ വിവാഹം എന്ന് പറയുന്നത് 18 വയസ്സുള്ള ഒരു സ്ത്രീയും 21 വയസ്സുള്ള ഒരു ആണും തമ്മിൽ മാത്രമേ ഇന്ത്യയിൽ പാടുള്ളൂ. എന്നാൽ അസമിൽ ചില മത നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഖാസി സമ്പ്രദായം എന്നാണ് അതിനെ പറയാ. ആ ഖാസി പറയാണ് 13 വയസ്സോ 12 വയസ്സോ ഉള്ള ഒരു പെണ്ണിനെ 60 വയസ്സുള്ള ഒരു കളവൻ കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കല്യാണം നടത്തി അത് കല്യാണമാകുമായിരുന്നു. എന്നാൽ ഈ നിയമം നിലവിൽ വന്നതോടുകൂടി അങ്ങനെ ഒരു കാര്യം ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ 18 വയസ്സുള്ള ഒരു സ്ത്രീക്കും 21 വയസ്സ് തികഞ്ഞ ഒരു പുരുഷനും മാത്രമേ നിയമപരമായി വിവാഹം കഴിക്കാൻ സാധിക്കൂ. നിയമപരമായി വിവാഹം കഴിക്കാതെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക അസമിൽ നടക്കില്ല. അങ്ങനെ ജീവിക്കണമെങ്കിൽ ലിവിംഗ് റിലേഷൻഷിപ്പ് ആയിട്ട് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷേ അപ്പോഴും രണ്ടുപേരും ഈ പ്രായം പൂർത്തിയായിരിക്കണം. അത് ലിവിംഗ് റിലേഷൻഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും വേണം. അങ്ങനെ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചു പോകാനും ഒരു പുരുഷന് സാധിക്കില്ല. ജീവനാംശം പോലുള്ള എല്ലാ അർഹതയും ഒരു സ്ത്രീക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ ന്യായമല്ലല്ലോ. ഈ ഒരു രാജ്യത്ത് ലിവിംഗ് റിലേഷൻഷിപ്പ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അസാമിലെ സ്ത്രീകളുടെ അവസ്ഥയെ പറ്റി അറിയാതെയാണ് സംസാരിക്കുന്നത്. ഒരു കുട്ടികളെയാണ് പിടിച്ചവിടെ കല്യാണം കഴിപ്പിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു 9 വയസ്സിൽ അല്ലെങ്കിൽ 10ാമത്തെ വയസ്സിൽ ആർത്തവം എന്നൊരു സംഗതി വന്നു തുടങ്ങിയാൽ ഒരു സ്ത്രീക്ക് ഗർഭിണിയാകാം. പക്ഷെ അപ്പോഴും അതൊരു കുട്ടിയല്ലാതെ ആവുന്നില്ല. അതിന്റെ ഗർഭപാത്രമാവട്ടെ, ബോഡി ആവട്ടെ വളർച്ച പ്രാപിച്ചിട്ടില്ല. എന്നാൽ ചില ആൾക്കാർക്ക് അതൊന്നും ബാധകമല്ല. ചില മതം തലക്ക് പിടിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 9 വയസ്സിലും ഒരു സ്ത്രീയാണ്, കുട്ടിയല്ല. അവർക്കത് സ്ത്രീയാണ്. അതിനെ കല്യാണം കഴിപ്പിക്കാം, അതുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിൽ കുട്ടികളെ ജനിപ്പിക്കാം. ഇതിനെതിരെയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന കോൺഗ്രസ് MLA യുടെ ജൽപ്പനങ്ങളൊന്നും വിലക്കെടുക്കാതെ ആ നിയമം പാസ്സായി കഴിഞ്ഞു. ഇനി മുതൽ അസമിൽ 18 വയസ്സായ സ്ത്രീക്കും 21 വയസ്സുള്ള പുരുഷനും മാത്രമേ ഒരുമിച്ച് ജീവിക്കാൻ പാടുള്ളൂ. ഖാസി സമ്പ്രദായ പ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മത നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവാഹമൊന്നും വിവാഹമല്ല. അങ്ങനെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. 60 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വിവാഹം റദ്ദാക്കപ്പെടുകയും വലിയ തുക പിഴ നൽകുകയും വേണം. ലിവിംഗ് റിലേഷൻഷിപ്പ് അടക്കം കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ദത്തെടുക്കൽ നിയമം പോലുള്ള ഒരുപാട് സംഗതികൾ, അതുപോലെ പിന്തുടർച്ചാവകാശം. നമുക്കറിയാം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് സത്യത്തിൽ പിന്തുടർച്ചാവകാശം ഇല്ല. അതായത് നമ്മുടെ പിതാക്കന്മാരുടെ സ്വത്തൊക്കെ ആൺമക്കൾക്കാണ് അവകാശപ്പെട്ടിട്ടുള്ളത്, അല്ലാതെ സ്ത്രീകൾക്കില്ല. സ്ത്രീകൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വേണം വിവാഹം കഴിക്കാൻ. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാമോ? എന്നാൽ ഹിന്ദു മാരേജ് ആക്ടിൽ ഇതിങ്ങനെയല്ല. അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ്. അപ്പോൾ ഇതെല്ലാം ടോട്ടലി മാറ്റിയിട്ട് എല്ലാവർക്കും ഒരു നിയമം എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെ ജനിക്കുന്ന ഓരോ പെൺകുട്ടിക്കും അവരുടെ അച്ഛന്റെയും അമ്മയുടെയും സ്വത്തിൽ തുല്യമായിട്ടുള്ള അവകാശമാണ് ലഭിക്കുക. ഇനി ജനിക്കുന്ന കുട്ടിക്ക് മാത്രമല്ല, അഡോപ്റ്റ് ചെയ്യുമ്പോൾ പോലും ഒരു കുട്ടിയെ ദത്തെടുത്താൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇതുപോലെ തന്നെ ദത്തെടുത്ത് വളർത്താമെന്നല്ലാതെ സ്വത്ത് കൊടുക്കാനായിട്ട് നിയമപരമായിട്ട് വ്യവസ്ഥയില്ല. ഇനി മുതൽ നിയമപരമായി വ്യവസ്ഥ ഉണ്ടാകാൻ പോകുന്നു. ഒരു കുട്ടിയെ ദത്തെടുത്താൽ മറ്റ് സ്വന്തമായിട്ടുണ്ടായിരിക്കുന്ന കുട്ടിയെ പോലെ തന്നെ സ്വത്തവകാശം ആ കുട്ടിക്കും കൊടുക്കണം. ഇനി ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്കും ഈ പറയുന്നത് പോലെ സ്വത്തവകാശം കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് അനാഥനാകാൻ പാടില്ല. നാളെ ഒരു സ്ത്രീ വിവാഹിതയാകുമ്പോൾ അവരും അനാഥരാകാൻ പാടില്ല. സ്ത്രീയാണ് വിവാഹം കഴിക്കേണ്ടത്, കുട്ടിയല്ല. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയെ അവര് വീണ്ടും വീണ്ടും എലക്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. BJP അസമിൽ കയറി, BJP ബംഗാളിൽ കയറി. ബംഗാളിൽ എന്തായിരുന്നു അവസ്ഥ? കത്തിക്കൊണ്ടിരുന്ന ബംഗാൾ. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് നിങ്ങളെ കാണിച്ചിട്ടില്ല, അത് മനഃപൂർവ്വം കാണിക്കാത്തതാണെന്ന് മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തു വന്നു കഴിഞ്ഞു. അവർക്ക് BJPക്ക് മൈലേജ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം കാണിക്കാതിരുന്നതാണ് പോലും. എന്നാൽ കത്തിക്കൊണ്ടിരുന്ന ബംഗാൾ ഇന്ന് ശാന്തമാണ്. ബംഗാളിൽ ഒരു പ്രശ്നവും നടക്കുന്നില്ല. എല്ലാം ലോ ആൻഡ് ഓർഡർ ക്ലിയർ ആക്കി അവർ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അതുകൂടാതെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരെ മുഴുവൻ തിരിച്ചുവിടാൻ തുടങ്ങിയതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഉത്തരാഖണ്ഡിലാണ് മുമ്പ് ഇതുപോലെ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയത്. ഉത്തരാഖണ്ഡ് ഭരിക്കുന്നത് BJP ആണ്. ദാ ഇപ്പോൾ അസമിലും കേരളത്തിലെ
അവസ്ഥ നോക്കുക. കേരളത്തിൽ ക്രമസമാധാനം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? നിങ്ങൾ ചാണകം ചവിട്ടിയില്ല, നിങ്ങൾ BJP വോട്ട് ചെയ്തില്ല, എന്നിട്ട് നിങ്ങൾ എന്ത് നേടി എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. സ്വന്തമായി പിന്തുടർച്ചാവകാശം പോലും കൃത്യമായി ലഭിക്കാത്ത സ്ത്രീകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇപ്പോഴും ഓരോ പങ്കാളിയിൽ നിന്നും ക്രൂരത അനുഭവിക്കുന്ന, അടികൊണ്ട് ഓടേണ്ടി വരുന്ന, എന്തിന് നടു റോട്ടിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ട അവസ്ഥയിൽ സ്ത്രീകൾ ഇവിടെയുണ്ട്. ലോ ആൻഡ് ഓർഡർ ഇവിടെ പ്രോപ്പർ ആണോ? കേരള പോലീസ് എന്നൊരു വിഭാഗം ജീവിച്ചിരിപ്പുണ്ടോ? ഇതൊക്കെയും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളല്ലേ? നിങ്ങളുടെ വോട്ടാണ് നിങ്ങളെ ഇപ്പോൾ കുരുക്കിയത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് കാണുക പോളി ന്യൂസ്.